ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോ ഒരു ഹെയർ കെയർ വീഡിയോ ആണ്. ഹെൽത്തി ആയിട്ടുള്ള നീളമുള്ള സുന്ദരമായിട്ടുള്ള മുടി ആർക്കാണല്ലോ ഇഷ്ടമില്ലാത്തത്. അപ്പോൾ മുടിയുടെ സംരക്ഷണത്തിന് നമുക്ക് ആര്യവേപ്പിലയും മുരിങ്ങയിലയും വെച്ചിട്ട് നല്ലൊരു ഹെയർ മാസ്ക് ഉണ്ടാക്കിയാലോ. ഈ ഹെയർ മാസ്ക് ആഴ്ചയിൽ 2 അല്ലെങ്കിൽ 3 ദിവസം ഉപയോഗിച്ചാൽ നിങ്ങൾക്ക് 100% റിസൾട്ട് ഉറപ്പാണ്. ഇനി നമുക്കിതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തെല്ലാം നോക്കാം. നമ്മുടെ ഹെയർ പാക്കിലെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ് മുരിങ്ങയില. നമ്മുടെ മുടിയിലെ എല്ലാ പ്രശ്നങ്ങളുടെയും പരിഹാരമാണ് മുരിങ്ങയില ഉപയോഗിക്കുന്നത്. കാരണം മുരിങ്ങയിലയിൽ ധാരാളം പ്രോട്ടീൻസ്, വൈറ്റമിൻസ് അടങ്ങിയിട്ടുണ്ട്. എസ്പെഷ്യലി മുടി വളർച്ചയെ ഹെൽപ്പ് ചെയ്യുന്ന വൈറ്റമിൻ എ, വൈറ്റമിൻ ബി. വൈറ്റമിൻ എയുടെ കുറവ് മൂലം വരണ്ട മുടി, താരൻ എന്നിവ അമിതമായിട്ട് കൂടുന്നു. അപ്പോൾ മുരിങ്ങയില തലയിൽ ഉപയോഗിക്കുമ്പോൾ മുടിക്ക് മോയ്സ്ചറൈസ് നൽകുകയും താരൻ ഒഴിവാക്കാനും ഹെൽപ്പ് ചെയ്യുന്നു. മുരിങ്ങയില തലയിൽ തേക്കുമ്പോൾ തലയൊട്ടിയിലെ ബ്ലഡ് സർക്കുലേഷൻ കൂടിയിട്ട് ഹെയർ ഫോളിക്കിൾസിന് കൂടുതൽ ന്യൂട്രീഷൻ കിട്ടും. അപ്പോൾ മുടി കൂടുതൽ സ്ട്രോങ് ആൻഡ് ഹെൽത്തി ആയിട്ട് മാറുകയും ചെയ്യും. കൂടാതെ ചൊറിച്ചിൽ, താരൻ എന്നിവ കുറയുകയും ചെയ്യുന്നു. അടുത്തൊരു മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ് ആര്യവേപ്പില. മുടിയുടെ ആരോഗ്യം സംരക്ഷിക്കുന്നതിന് ആര്യവേപ്പിലയ്ക്ക് വലിയ കഴിവാണ്. വൈറ്റമിൻ ഇ, ഫാറ്റി ആസിഡ്, ആൻറ്റി ഓക്സിഡൻറ്റുകൾ എന്നിവയാണ് ആര്യവേപ്പിലയിൽ അടങ്ങിയിട്ടുള്ളത്. ഇതെല്ലാം നമ്മുടെ മുടിയുടെ ആരോഗ്യത്തെ വളരെയധികം കെയർ ചെയ്യുന്നു. ഇതുകൂടാതെ ഹെയർ ഫൈബേഴ്സിന് ജലാംശം നൽകുകയും ചെയ്യുന്നു. ആര്യവേപ്പില നമ്മുടെ ഹെയർ ഫോളിക്കിൾസിൻ്റെ ആരോഗ്യം മെച്ചപ്പെടുത്തുകയും അതിൻ്റെ ശക്തമായ ആൻറ്റി ഓക്സിഡൻ്റ് ഇഫക്റ്റുകൾ ഉപയോഗിച്ച് മുടിയുടെ അറ്റം സ്പ്ലിറ്റാവൽ, മുടിക്കൊഴിച്ചിൽ തടയാൻ ഹെൽപ്പ് ചെയ്യുന്നു. വേപ്പിലയുടെ ആൻറ്റി ഫംഗസ്, ആൻറ്റി മൈക്രോബിയൽ ഗുണങ്ങൾ കാരണം താരൻ തടയാൻ സഹായിക്കുന്നു. കൂടാതെ തലയിലെ പേൻ ശല്യം തടയാൻ ഫലപ്രദമാണ്. അടുത്ത ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് ഉപയോഗിക്കുന്നത് ഉലുവയാണ്. ഉലുവ ഒരുപാട് മുടി വളർച്ചയ്ക്ക് ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ്. ഉലുവ തലയൊട്ടയിൽ അടങ്ങിയിരിക്കുന്ന ബാക്ടീരിയയെയും ഫംഗസിനെയും നശിപ്പിക്കുന്നു. അതുകൊണ്ട് ഡാൻഡ്രഫ് കംപ്ലീറ്റ് മാറാൻ ഹെൽപ്പ് ചെയ്യും. കൂടാതെ ഹെയർ ഫോളിക്കിൾസ് സ്ട്രെങ്തൻ ചെയ്തിട്ട് മുടിയുടെ വളർച്ചയെ കൂട്ടുന്നു. ഉലുവയിൽ ധാരാളം പ്രോട്ടീൻസ്, വൈറ്റമിൻസ് അടങ്ങിയിട്ടുണ്ട്. ഇത് കഷണ്ടി മാറാനും നെറ്റി കയറൽ തടയാനും ഹെൽപ്പ് ചെയ്യും. ഉലുവയിലുള്ള അയൺ ബ്ലഡ് സർക്കുലേഷൻ കൂട്ടിയിട്ട് പെട്ടെന്ന് ഹെൽത്തി ആയിട്ടുള്ള മുടി വളരാൻ ഹെൽപ്പ് ചെയ്യും. നമ്മുടെ എല്ലാം പ്രധാന പ്രശ്നമായ താരൻ, മുടികൊഴിച്ചിൽ, മുടിയുടെ അറ്റം പിളർപ്പ്, ഉള്ളുകുറവ് എന്നിവയ്ക്കെല്ലാം ഉത്തമ പരിഹാരമാണ് കഞ്ഞിവെള്ളം തലയിൽ തേക്കുന്നത്. അപ്പോൾ അടുത്ത ഇൻഗ്രീഡിയൻറ്റ് കഞ്ഞിവെള്ളമാണ്. കഞ്ഞിവെള്ളത്തിൽ സ്റ്റാർച്ചിൻ്റെ അളവ് കൂടുതലാണ്. കൂടാതെ വൈറ്റമിൻസ്, മിനറൽസ്, ആൻറ്റി ഓക്സിഡൻറ്റും അടങ്ങിയിട്ടുണ്ട്. കഞ്ഞിവെള്ളം തലയിൽ തേക്കുമ്പോൾ സ്കാൽപ്പ് ക്ലീൻ ആവുകയും തലയിൽ നല്ല കൂളിംഗ് എഫക്റ്റ് ഉണ്ടാവുകയും ചെയ്യും. കൂടാതെ മുടിയിഴകൾ സ്മൂത്തായി കിട്ടാനും ഹെൽപ്പ് ചെയ്യും. ഇനി വേണ്ടത് തൈരാണ്. മുടിക്കൊഴിച്ചിലിന് ഉത്തമ പരിഹാരമാണ് തൈര്. തൈരിൽ ധാരാളം ഫാറ്റി ആസിഡ് അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മുടിയെ ആരോഗ്യത്തോടെ സംരക്ഷിക്കാനും മുടിക്ക് ബലം കിട്ടാനും തൈര് ഉപയോഗിക്കുന്നത് ഗുണം ചെയ്യും. ഇനി നമുക്ക് ഹെയർ പാക്ക് ഉണ്ടാക്കാം. അതിനായിട്ട് 2 ടേബിൾ സ്പൂൺ ഉലുവയാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് 1 കപ്പ് കഞ്ഞിവെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഉലുവ 5 മണിക്കൂർ കുതിരാൻ വെക്കുക. കഞ്ഞിവെള്ളം എടുക്കുമ്പോൾ തലേ ദിവസത്തെ റൂം ടെമ്പറേച്ചറിലുള്ള കഞ്ഞിവെള്ളം എടുക്കാൻ ശ്രമിക്കുക. പുളിപ്പ് കൂടുതലുള്ള കഞ്ഞിവെള്ളം കൂടുതൽ യൂസ്ഫുൾ ആണ് ഹെയർ ഗ്രോത്തിന്. ഇപ്പോൾ 5 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഉലുവ നല്ലതുപോലെ കുതിർന്നു വന്നിട്ടുണ്ട്. ഇനി നമുക്കൊരു കപ്പ് മുരിങ്ങയിലയും ആര്യവേപ്പിലയും എടുക്കാം. കഴുകി വൃത്തിയാക്കിയതിന് ശേഷം മാത്രം ഉപയോഗിക്കാൻ പറ്റുള്ളൂ. 250 ml ഒരു കപ്പാണ് ഒരു കപ്പായിട്ട് എടുത്തിട്ടുള്ളത്. മുരിങ്ങയിലയുടെ ചെറിയ തണ്ടുണ്ടായ പ്രശ്നമൊന്നുമില്ല. ഹെയർ പാക്ക് ഉണ്ടാക്കാൻ വേണ്ടി ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ട് മുരിങ്ങയിലയും ആര്യവേപ്പിലയും ഇട്ടുകൊടുക്കാം. ഇനി ഇതിലേക്ക് 1/4 കപ്പ് റൂം ടെമ്പറേച്ചറിലുള്ള തൈര് ചേർത്ത് കൊടുക്കാം.
ഇനി നമുക്ക് ചേർക്കേണ്ടത് നേരത്തെ കുതിർത്തെടുത്ത ഉലുവയാണ്. ആ കഞ്ഞിവെള്ളത്തോടൊപ്പം തന്നെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് നന്നായിട്ട് ഒരു തരിയുമില്ലാതെ നല്ല സ്മൂത്തായിട്ട് അരച്ചെടുക്കാം. അപ്പോൾ ഈ ഹെയർ പാക്ക് ഇവിടെ അരച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ ചെറുതായിട്ട് ഒരു തിക്കായിട്ടുള്ള പേസ്റ്റ് കൺസിസ്റ്റൻസിയിലാണ് വേണ്ടത്. ഇനി ഇത് ഉപയോഗിക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. കുളിക്കുന്നതിൻ്റെ അരമണിക്കൂർ മുമ്പ് എണ്ണ തേക്കുന്നത് പോലെ തലയൊട്ടിയിലും മുടിയിഴകളിലും തേച്ച് പിടിപ്പിക്കുക. പ്രത്യേകിച്ച് സ്കാൽപ്പിലാണ് തേച്ച് കൊടുക്കേണ്ടത്. സ്കാൽപ്പിൽ നന്നായിട്ട് തേച്ച് കൊടുക്കുമ്പോഴാണ് ഹെയർ ഗ്രോത്ത് നന്നായിട്ടുണ്ടാവുക. അതിനുശേഷം ബ്ലഡ് സർക്കുലേഷൻ കൂട്ടാൻ വേണ്ടിയിട്ട് ഒരു 5 മിനിറ്റ് നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക. ഇനി അരമണിക്കൂറിന് ശേഷം മുടി കഴുകാവുന്നതാണ്. മുടി കഴുകുമ്പോൾ ഷാമ്പു ഒന്നും യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇതിലുള്ള ഉലുവ നാച്ചുറലായിട്ട് ഷാമ്പുവിൻ്റെ എഫക്റ്റ് നൽകുന്നതാണ്. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കണം, എന്തെങ്കിലും അലർജിക് പ്രോബ്ലമോ നീർക്കെട്ടോ ഉള്ളവരാണെങ്കിൽ അരമണിക്കൂറുള്ളത് 15 മിനിറ്റ് ആയിട്ട് കുറക്കാം. നീളമുള്ള സുന്ദരമായ ആരോഗ്യത്തോടെയുള്ള ഹെയർ കിട്ടാൻ വേണ്ടി എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണേ. 100% റിസൾട്ട് ഉറപ്പാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.